കാരണം നീ ദൈവത്തിൻ്റെ വേഷം കെട്ടി, വിശ്വാസത്തിൻ്റെ വേഷം കെട്ടി കൃപാസനത്തിൽ വർക്ക് ചെയ്യുകയും ചെയ്യും, അല്ലെങ്കിൽ കൃപാസനത്തിൽ വന്ന് നീ ഉടമ്പടി എടുക്കുകയും ചെയ്യും. പക്ഷെ കല്യാണപ്പാട്ടിലും മരണപ്പാട്ടിലും ഒക്കെ ചെല്ലുമ്പോൾ നിൻ്റെ വിശ്വാസം ഏറ്റു പറയാൻ, മരിച്ച വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു കുരിശ് മര്യാദയ്ക്ക് വരക്കാത്ത എത്രയോ പേപ്പട്ടികൾ ഈ സഭയിലുണ്ട്. ഞാൻ ചില ആൾക്കാർ ഞാൻ മരിപ്പ് പിടിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിക്കും. കാര്യം ഒരു വിശ്വാസമുള്ളവ വന്നിട്ട് ആ മൃതശരീരത്തിന് നേരെ നിന്നിട്ട് അവിടെ നിന്നിട്ട് കുരിശ് വരച്ചിട്ട് ഒരു സ്വർഗസ്ഥനായതും ഒരു നന്മ നിറഞ്ഞൂറും ചൊല്ലി ആത്മാവിന് വേണ്ടി കാഴ്ചവെച്ച് കുറച്ചു നേരം മൗനമായി പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ മാറിയിരിക്കുന്നത്. ഇതങ്ങനെയല്ല. നേരെ വന്ന് മുഖത്തിട്ട് നോക്കും, ശവത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് വേറൊരു ശവമായി പോയി അവൻ കസേരയിരിക്കും. ഇങ്ങനെ കുറേ ശവക്രിസ്ത്യാനികളുണ്ട്. കാര്യം ദൈവം നമ്മൾ അടുക്കുന്ന ദൈവാനുഭവം കിട്ടുന്നില്ല എന്നല്ല പ്രശ്നം. നമ്മൾക്കെന്താ സംഭവിച്ചത്? നമ്മൾ ഒക്കെ ചേര തിന്നണ നാട്ടിൽ തന്നപ്പോൾ നടുത്തുണ്ടൻ തിന്നാൻ വേണ്ടിയുള്ള വ്യഗ്രത കാണിച്ചു. വിശ്വാസം കുറവുള്ളവൻ്റെ അടുത്ത് എന്നിട്ട് അവസാനം അവൻ പറയണത് വേദപ്രമാണമാക്കി എടുത്തിട്ട് നമ്മളും അവനെപ്പോലെ അഭിനയിച്ചുകൊണ്ട് അവരിലൊരാളായിട്ട് കേമത്വം നടിച്ചു ദൈവത്തെ തള്ളിപ്പറഞ്ഞോ. ഇങ്ങനെ ദൈവത്തെ തള്ളിപ്പറയുന്നത് പിന്നെ ഞാനാണെങ്കിൽ എൻ്റെ സ്വഭാവം അനുസരിച്ച് ഞാനൊരാളെ വിലയിരുത്തണത് അവന് കർത്താവുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലേ എന്നാണ്. ഭയങ്കരമായിട്ട് ശരിക്കും ഞാൻ ഭയങ്കര ചൂസ് ചെയ്താണ് ആൾക്കാരെ കൈകാര്യം ചെയ്യണത്. ദൈവത്തിന് ആവശ്യമില്ലാത്ത ആൾക്കാരെ, അല്ലെങ്കിൽ ദൈവത്തെ അംഗീകരിക്കാത്ത കൂട്ടായ്മയിലോ ദൈവത്തെ അംഗീകരിക്കാത്ത ഒരു സാംസ്കാരിക വേദി പോലും അടുക്കത്തില്ല. വൈ ഷുഡ് വി വേസ്റ്റ് അവർ ടൈം? കാരണം ഞാൻ പട്ടം വാങ്ങിച്ചിരിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് ദൈവത്തിലേക്ക് വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ടി നമ്മൾ പരിശ്രമിക്കും. അല്ലാതെ നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യത്തില്ല. എന്താ കാര്യത്തിൽ നീ ഇങ്ങനെ പലപ്പോഴും ഇതുപോലെയുള്ള വ്യക്തികളുടെ വിശ്വാസം, പല ആൾക്കാരുടെയും വിശ്വാസം തണുത്തു പോയത് എങ്ങനെയാണെന്ന് അറിയാമോ? വിശ്വാസം പ്രഖ്യാപിക്കാതെ പോയത് കൊണ്ടാണ്. നമുക്ക് വിശ്വാസം പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇപ്പോൾ വിശ്വാസം നമ്മൾ സ്വീകരിച്ചു, പക്ഷേ വിശ്വാസം നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വിശ്വാസത്തിൽ വളരാൻ പറ്റത്തില്ല. കാര്യം അതുകൊണ്ടാണ് റോമ 4:20 പറയണത്, ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നിട്ട് വിശ്വാസത്തിൽ വളരണം. അപ്പോൾ വിശ്വാസത്തിൽ വളരാൻ കഴിഞ്ഞില്ലെങ്കിൽ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വിശ്വാസത്തിൽ നമ്മുടെ LPG അതുപോലെ തന്നെ ലോവർ പ്രൈമറി താമസിച്ച കാലയിൽ പല അണ്ണന്മാർക്കുള്ള കുഴപ്പം എന്താ? വയസ്സമ്പത്തി ഒക്കെ ഉണ്ട്, പക്ഷേ ആദ്യ കുർബാനക്കുണ്ടായ വിശ്വാസം പോലും ഇല്ല ഇപ്പോഴും. ദൈവം കണ്ട അപ്പം തന്നെ കാലെ പിടിച്ചത് ഒരാളെ കല്ലറിലിട്ട് അടിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് എത്രയോ സാഹചര്യങ്ങൾ ദൈവം കൊടുത്തു, ഇവൾക്ക് എത്രയോ സാഹചര്യങ്ങൾ കൊടുത്തു. കോളേജിലായാലും ലാബോറട്ടറി ആയാലും അതുപോലെ തന്നെ മറ്റു സ്ഥലത്തിലുള്ള സാംസ്കാരിക വേദികളിലായാലും അതായത് ഒരു മീറ്റിങ്ങിന് മൗന പ്രാർത്ഥന നടത്തണം വിചാരിച്ചോ. മൗന പ്രാർത്ഥന നടത്തുമ്പോൾ പോലും എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എന്താ സംഭവിക്കണത്? എന്തോ മുടന്തും മാതവും വന്ന് എഴുന്നേക്കണ പോലെ എഴുന്നേക്കണ കാണാം. എന്താ വെച്ചാൽ എനിക്കിതൊന്നും വലിയ വിശ്വാസമൊന്നും ഇല്ലെന്ന്. ഇവൾക്ക് വിശ്വാസമുണ്ട്, വിശ്വാസമുള്ള കുടുംബത്തിന്, പക്ഷേ മറ്റുള്ളവരുടെ മുമ്പിൽ അവിശ്വാസിയായിട്ട് അവിടെ അവതരിപ്പിക്കുന്നതാണ് അവിടെ റേറ്റിംഗ് ലഭിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തെ അല്ലെങ്കിൽ അവൻ ഒറ്റിക്കൊടുത്തിരിക്കും, തള്ളിപ്പറഞ്ഞിരിക്കും. ഇങ്ങനെയാണ് വിശ്വാസം മങ്ങിപ്പോയത്. ഓരോ വ്യക്തികളുടെ വിശ്വാസം എന്തുമാത്രം ശക്തമായി വളരേണ്ടതായിരുന്നു. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം വന്ന്, ഞാൻ എന്നെ തന്നെ പുകഴ്ത്തി പറയുകയല്ല, ആ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് തോന്നി, ദൈവമേ, അതായത് നിലപാടാണ്. അതായത് അവർ ഉടമ്പടി കഴിഞ്ഞ് ഒരു പാലായിലെ ചേച്ചിയാണ്, കടത്തുരുത്തിലെ ചേച്ചിയാണ്, സാക്ഷ്യം ഇട്ടിട്ടുണ്ട്, ഞാൻ കണ്ടാൽ മതി. ഇപ്പോൾ 10,000 ആയിട്ടുണ്ട്. ആ സാക്ഷ്യം എന്താ? ആ സാക്ഷ്യം എന്ന് പറയണത് അവർ ഒരു സാധാരണ കുടുംബത്തിൽ കന്നുകാലികളൊക്കെ വളർത്തി അതിന് പുല്ലൊക്കെ ചെത്തിക്കൊടുത്ത് പുല്ല് ചുമന്നുകൊണ്ട് പോയി കൊടുക്കണമെന്നാണ് പറയണത്. പക്ഷെ അവർ പറയണത് അവർക്ക് ആമവാദമാണ് അസുഖം. പക്ഷെ അവർക്കറിയത്തില്ല അത് ആമവാദമാണെന്ന്. കാലിലെല്ലാം നീരുണ്ട്, കയ്യിലെല്ലാം നീരുണ്ട്, ശരീരത്തിന് മുഴുവൻ നീരുണ്ട്, നടക്കുമ്പോൾ പ്രയാസമാണ്. എന്താണ് രോഗമെന്ന് പറയും. ഡോക്ടർമാർക്ക് ചെന്നാൽ വല്ല ഓപ്പറേഷനോ വല്ലതും വരികയാണെന്നെങ്കിൽ അതിനുള്ള കാശും കയ്യില്ല, വീട്ടിൽ നിന്ന് പോകാനും പറ്റത്തില്ല. ഇവരിതൊന്നും പറഞ്ഞിട്ടുമില്ല. സങ്കടം, സ്വകാര്യ സങ്കടം അനുഭവിച്ച് സ്വന്തമായിട്ട് തീർക്കുക. അത് ഇതുപോലെ ഒരു സംഭവമാണ്. പാസി ഉടമ്പടി വെച്ചിട്ടില്ല. ആളിന് ആമവാദമാണ്,
പക്ഷെ ആമവാദമാണെന്ന് പോലും ആളിനെ അറിയത്തില്ല. ത്രസ്യാമ കുര്യൻ എന്നാണ് പേര്. അപ്പോൾ ആമവാദമാണെന്ന് പക്ഷേ ആളിനെ അറിയത്തില്ല. ശരീരം മുഴുവൻ നീരും വെച്ചിട്ടുണ്ട്, അനങ്ങാനും പാടില്ല. അവർ പറയണത് പുല്ല് ചെത്തി ഞാൻ തലയിലൊക്കെ വെച്ചുകൊണ്ടാണ് അച്ഛാ വീട്ടിലോട്ട് വരണത്. കാര്യം വേറെ ആൾക്കാർ നേരത്തെ പുല്ല് ചെത്തുകയാണെങ്കിൽ കിട്ടണ പാലിൻ്റെ കാശ് അവർക്ക് കൂലി കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഒരു കാലത്ത് നമുക്കറിയാമില്ല, കന്നുകാലികളായാലും ശരി, കാർഷിക പരിപാടിയായാലും ശരി, സ്വന്തമായിട്ട് നമ്മൾ അധ്വാനിക്കാതെ ആളെ നിർത്തി അധ്വാനിച്ചിട്ട് ഒരിക്കലും ഒരു മനുഷ്യൻ ലാഭം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത് സത്യമായൊരു കാര്യമാണ്. കേരളത്തിൽ കൃഷി നട്ടമെന്ന് പറഞ്ഞാൽ എന്താ? കേരളത്തിൽ കൃഷിക്ക് നട്ടമില്ലാഞ്ഞ് അവനോ വേലെടുക്കണ കാലത്ത് കൃഷിക്ക് ലാഭം ഉണ്ടായിരുന്നു. കാര്യം നമ്മുടെ അധ്വാന ഫലം ലാഭമാണ്. അല്ലാതെ നാട്ടുകാരെ നിർത്തിയിട്ട് അല്ല വേറെ ജോലിക്കാരെ നിർത്തി, ഇപ്പോൾ ബംഗാളിയൊക്കെ നിർത്തിയിട്ട് ആൾക്കാരൊക്കെ വാഴക്കൃഷിയൊക്കെ ചെയ്യണില്ലേ? വാഴക്കൃഷിയൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ഇലയും അവന് കൊലയുമായിട്ട് പോകുന്നേ ഉള്ളൂ. അതൊക്കെ കൊണ്ട് അവൻ ബംഗാളിൽ പോവുകയും ചെയ്യും. അപ്പോൾ അതൊക്കെ ഒരു പുഴങ്കളിയാണ് ശരിക്കും പറഞ്ഞാൽ. അതായത് കുറച്ച്, അതായത് ഒന്ന് ശ്രദ്ധിക്കട്ടെ മക്കളെ. യേശുവേ സ്തോത്രം. ശ്രദ്ധിക്കട്ടെ കർത്താവേ, ഞങ്ങളങ്ങേ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ അവിടുത്തെ ശക്തി നിറയണമേ. ചേർന്ന് പാടാം. നിൻ മുൻപിൽ വന്നിതാ ഞാൻ, കാരുണ്യസാഗരമേ, കാത്തുകൊണ്ടിടണമേ നീ. ചേർന്ന് പാടിക്കൊണ്ട് സ്വർഗീയ രാജനീശോ, നിൻ മുൻപിൽ വന്നിതാ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അപ്പോൾ നമ്മൾ ഈശോ ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം ഈ ഒരു ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളൊന്നും ഞാനൊന്നും മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ്. എല്ലാം കർത്താവ് ഓരോരോ അനുഭവങ്ങൾ തന്നിട്ട് ഞാൻ നിങ്ങളോട് പങ്കുവെച്ച് തരികയാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം എന്താ സംഭവിക്കണം നമ്മുടെ ജീവിതത്തിൽ. ഇപ്പോൾ ഈ ചേച്ചിയുടെ വിഷയം എന്താ? ത്രസ്യാമ കുര്യൻ്റെ വിഷയം. ഞാൻ വീണ്ടും മറ്റേ വിഷയത്തിലോട്ട് വരുന്നുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞ സാക്ഷികാരുടേതാണ്, അനിഷ വിൻസെൻ്റ് സാക്ഷിയാണ്. അതിലൊക്കെ വരും തീർച്ചയായിട്ടും. കാര്യം എങ്ങനെ നോക്കിയാലും അവസാനം കർത്താവ് ഒടിച്ച് മടക്കി കൊണ്ടുവന്ന് വണ്ടി സ്റ്റാൻഡേ പിടിക്കണേ കാണാം. ഞാൻ മറന്നുപോയാലും ഈശോ അത് തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ ഈ ത്രസ്യാമ വിൻസെൻ്റിൻ്റെ സാക്ഷ്യം എന്താണ്, അല്ല കുര്യൻ്റെ സാക്ഷ്യം എന്താണ്? അവർക്ക് ആമവാദമാണെന്ന് അവർക്ക് അറിയത്തില്ല. അവർക്ക് നീര് കെട്ടി കിടക്കുന്ന ശരീരം മുഴുവനും. പക്ഷേ നടക്കാനും അതിൻ്റെ ബുദ്ധിമുട്ടെല്ലാം ഉണ്ട്. പക്ഷേ ഇതിങ്ങനെ ഇത് ഒരു ആശുപത്രിയിൽ പോയാൽ ഓപ്പറേഷൻ വരുക, അതിന് മുടക്കാൻ ഇല്ലല്ലോ, അവിടെ പോയി കൂടാതെ നിൽക്കാൻ ആരും ഇല്ലല്ലോ, അങ്ങനെ പല പല പ്രശ്നങ്ങളാണ്. പക്ഷേ ഇവരിത് ഉടമ്പടി പോലും വെച്ചില്ല. എന്തുകൊണ്ടാണെന്ന് നമുക്കറിയത്തില്ല. അച്ഛൻ മുമ്പ് പറഞ്ഞത് കേസാവും. എന്തൊക്കെയാണ്? കർത്താവ് ഇത് ചെയ്യുക. നമ്മളുടെ ഉള്ളിലൊക്കെ ദൈവം എന്ന് പറയുന്നത് ഗോഡ് ഓഫ് സ്മോൾ തിങ്സാണ്. എന്താ കാര്യം? നമ്മുടെ വിശ്വാസം, ലിറ്റിൽ ഫെയ്ത്താണ്. കർത്താവ് അപ്പോസ്തലന്മാരോട് ഇടയ്ക്ക് പറയാറുള്ള വാക്കാണ്, ഓ മാൻ ഓഫ് ലിറ്റിൽ ഫെയ്ത്ത്, അല്പവിശ്വാസികളെ. ഇപ്പോൾ 4:35 നമ്മൾ വായിക്കുമ്പോഴേ നിങ്ങൾ എന്തിന് സംശയിച്ചു? കാരണം സംശയം കൂടെ ഉള്ള വിശ്വാസമാണ് ലിറ്റിൽ ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഷോർട്ട് ഫെയ്ത്ത്, ചെറിയ ഫെയ്ത്ത്. കാര്യം എന്താണ്? അതിനകത്ത് കുറച്ച് വെള്ളവും കുറച്ച് പാലും ആയിരിക്കും. എന്നുവെച്ചാൽ 1/4% പാലും 3/4% വെള്ളവും. അതാണ് ലിറ്റിൽ ഫെയ്ത്ത് എന്ന് പറയുന്നത്. സംശയത്തിൻ്റെ വെള്ളമുണ്ട് അതിൻ്റെ അകത്ത്. ഇതെങ്ങനെ വന്നതാ? ഇത് എങ്ങനെയാണ് ഈ സംശയത്തിൻ്റെ വെള്ളം കയറിയത് വിശ്വാസത്തിൽ? കാലാകാലങ്ങളായിട്ട് വന്ന കൈകാര്യത്തിൻ്റെ കുഴപ്പങ്ങളാണ്. ഒക്കേഷണൽ ഫെയ്ത്ത് ഉണ്ടായിട്ടാണ്. എന്തെങ്കിലും വിഷയങ്ങളുണ്ടാകുമ്പോൾ മാത്രം ദൈവത്തിൽ ഇടപെടുകയും പിന്നെയുള്ള കാര്യങ്ങളെല്ലാം സൈലൻ്റായിട്ട് സാധാരണ പോലെ ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ വെള്ളം കയറണത്.
വിശ്വാസത്തിൽ വെള്ളം കയറണം എപ്പോഴാണെന്നാണ് ഈ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നത്. കാര്യം ഒരു കുപ്പി പാലുണ്ടെങ്കിൽ 1/4 കുപ്പി പാലും 3/4 കുപ്പി വെള്ളവുമായിട്ട് മാറും. ഇത് പാലും വെള്ളമായിട്ട് മാറണത്. അതിന് ഈശോ പറഞ്ഞത് എന്താണ്? ഓ മാൻ ഓഫ് ലിറ്റിൽ ഫെയ്ത്ത്. ഇപ്പോൾ കർത്താവ് 4:35 മർക്കോസിൻ്റെ സുവിശേഷത്തിൽ കൊടുങ്കാറ്റിനെ ശാന്തമാക്കുമ്പോൾ കർത്താവേ വി ആർ പെരിഷിങ്. പത്രോസ് എന്താ പറയണത്? യേശുവിൻ്റെ കൂടെ കഴിയുന്ന മനുഷ്യർ പറയണത് എന്താണ്? വി ആർ പെരിഷിങ്. എന്നുവെച്ചാൽ ഞങ്ങൾ നശിക്കാൻ പോകുന്നുവെന്നാണ്. അപ്പോൾ കർത്താവിൻ്റെ കൂടെ ഉള്ളപ്പോൾ ആൾക്കാരെങ്ങനെ നശിക്കണത്? അതിന് ഈശോ തിരിച്ച് പറഞ്ഞ കാര്യം എന്താണ്? ഓ മാൻ ഓഫ് ലിറ്റിൽ ഫെയ്ത്ത്, അല്പവിശ്വാസികളെ, നിങ്ങൾ സംശയിച്ചത് എന്തിന്? അപ്പം സംശയിച്ച ആ സംശയമാണ് വെള്ളം, വിശ്വാസവും സംശയവും. അപ്പം വിശ്വാസത്തിൻ്റെ സംശയങ്ങൾ എന്തുമാത്രം കുറഞ്ഞ് വരുന്നു. ഓ വുമൺ യുവർ ഫെയ്ത്ത് ഇസ് ഗ്രേറ്റ് എന്ന് പറഞ്ഞില്ലേ? ആരോട് പറഞ്ഞതാ? രക്തസ്രാവ രോഗിയോട് പറഞ്ഞതാണ്. എന്താ കാര്യം? അവർ പുറകിലൂടെ വന്ന് കർത്താവിൻ്റെ വസ്ത്രാഞ്ചലത്തിൽ തൊട്ടാൽ, വസ്ത്രാഞ്ചലത്തിലെങ്കിലും തൊട്ടാൽ, ബോഡി തൊടേണ്ട കാര്യമില്ല, വസ്ത്രാഞ്ചലത്തിലെങ്കിലും തൊട്ടാൽ താൻ സൗഖ്യമായിരിക്കുമെന്ന് അവൾ ഉള്ളിൽ വിചാരിച്ചു. ഈ ഉള്ളിൽ വിചാരിപ്പ് കൊണ്ട് വിശ്വാസം ഉണ്ടാകും, സംശയം ഉണ്ടാകും. ചില ആൾക്കാർ ഉള്ളിൽ വിചാരിക്കും. എന്ത് വിചാരിക്കും? ഓ ദൈവം ഇത് ചെയ്യുമോ, ഇത് പറയണോ എന്ന്. അതും ഒരു ഉള്ളിൽ വിചാരിപ്പാണ്. എന്നുവെച്ചാൽ വിശ്വാസവും ഒരു ഉള്ളിൽ വിചാരിപ്പാണ്, സംശയവും ഒരു ഉള്ളിൽ വിചാരിപ്പാണ്. നിനക്ക് ഏതാണ് കൂടുതൽ, ഏതാണ് കുറവെന്ന് ചിന്തിച്ചാൽ മതി. വിശ്വാസം ഒരു ഉള്ളിൽ വിചാരിപ്പാണ്. ഇനി എന്തുമാത്രം സംശയമുണ്ട്, എന്തുമാത്രം വിശ്വാസമുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞത് ആരാണ്? നിഷ വിൻസെൻ്റ്. അവരുടെ സംഭവം എന്താണ്? അവരുടെ പെട്ടെന്ന് അവിടെ അലർജിയുള്ള കൈ, 6 വയസ്സ് മുതൽ അലർജിയുള്ള കൈ, കൃപാസന യൂട്യൂബ് ചാനലിൽ ആരാധനയൊക്കെ കാണിച്ചപ്പോൾ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കാണിച്ച്, കർത്താവ് ഇപ്പോഴ് അലർജി രോഗികളെ സുഖപ്പെടുത്തുന്ന സമയമാണല്ലോ, എൻ്റെ കയ്യെ സുഖപ്പെടുത്തണമേ എന്ന് കാണിച്ചു കഴിഞ്ഞപ്പോൾ എന്നാ പറ്റിയത്? പിറ്റേ ദിവസം സാധനം മുമ്പത്തേക്കാളും പഴുത്ത് വികൃതമായി. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഞാനിങ്ങനെ കാണിച്ചെങ്കിലും പകുതി വിശ്വാസവും പകുതി സംശയമായിട്ടാണ് കാണിക്കുന്നത്. ഇത് തന്നെയാണ് പ്രാർത്ഥനയ്ക്ക് വരുന്നൊരു കുഴപ്പം. പല ആൾക്കാരും പ്രാർത്ഥിക്കുമ്പോൾ പകുതി വിശ്വാസവും പകുതി സംശയമായിട്ടാണ് കാണിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ എന്നാ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന് എൻ്റെ പിതാവ് എപ്പോഴും പ്രവർത്തനക്ഷമനാണ്, ഞാനും പ്രവർത്തിക്കുന്നു, ഇല്ലേ? ഞാനും പ്രവർത്തിക്കുന്നു. പക്ഷേ ദൈവത്തിൻ്റെ പ്രവർത്തനം എന്താ? ദൈവത്തിൻ്റെ പ്രവർത്തനം നമ്മളിൽ വിശ്വാസം വർദ്ധിപ്പിച്ചെടുക്കുന്നതാണ് ദൈവത്തിൻ്റെ പ്രവർത്തനം. പറഞ്ഞു മനസ്സിലായില്ലേ? ഇപ്പം ഒന്ന് വായിച്ച് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ, സ്തുതിക്കുന്ന കർത്താവേ, മഹത്വപ്പെടുത്തുന്ന കർത്താവേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി ദൈവമേ, സ്തോത്രം കർത്താവേ, ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന.
ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം ദൈവത്തിന് നമ്മളിലുള്ള പ്രവൃത്തിയാണ് എന്താണ്? വിശ്വാസം വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഇതിന് ദൈവം ഓരോ ഇടപെടലുകൾ നടത്തും ജീവിതത്തിലെ. ചിലർക്ക് ആ ഇടപെടൽ അറിയാൻ പറ്റും, ചിലർ ഡെഡ് ബോഡി പോലെ അറിയത്തില്ല. എന്തെല്ലാം ദൈവം തൻ്റെ ചുറ്റിനും തൻ്റെ ജീവിതത്തിൽ ചെയ്താലും ചിലർ ജന്മന അന്ധന്മാരുണ്ടാവും. ജന്മന അന്ധന്മാരെ ചില ആൾക്കാർ ഭാര്യമാരെ സുഖപ്പെടുത്തും. അവർ പ്രാർത്ഥിച്ച് അവർക്ക് വിശ്വാസം വർദ്ധിച്ചു. പക്ഷെ ചില വീട്ടിൽ ഭാര്യ അന്ധയായിരിക്കും. ജന്മന അന്ധന്മാരുള്ള വീടുകളില്ലേ, ജന്മന വിശ്വാസമില്ല കുറഞ്ഞിട്ടുള്ള ആൾക്കാർ, അവരെ ഭാര്യമാർ അവരെ പ്രാർത്ഥിച്ച് സുഖപ്പെടുത്തിയെടുക്കും. പക്ഷെ ചില വീട്ടിലെന്നാ പറ്റും, ഭാര്യ അന്ധയായിരിക്കും. പിന്നെ മക്കളെ പറയാണ്ട്, മക്കളും അന്ധന്മാർ. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളായാലും ശരി, അതുപോലെ തന്നെ എൻജിനീയറിംഗ് പഠിക്കുന്ന മക്കളായാലും ശരി, അവരും അന്ധന്മാരാണ്. എന്താണ്? മാതാപിതാക്കന്മാർ അന്ധന്മാരെടുത്ത്. ഇപ്പോഴും അവർ പാരമ്പര്യമായിട്ട് കൊടുത്ത ചെറിയ കുടുംബ പ്രാർത്ഥന ഒക്കാതെയൊക്കെ ചൊല്ലി കുടുംബത്തിലൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ആഴമായിട്ടോ ഇതൊക്കെ വല്ലതും വിശ്വസിക്കാവോ, ഇതൊക്കെ ശരിയാക്കാവോ, പക്ഷേ ചെയ്തേക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്കാനും വേണ്ടി ഇങ്ങനെ മനസ്സിൻ്റെ ഉൾപ്രേരണ പോലെ ഒരു ശീലം പോലെ അങ്ങനെ ചെയ്തു പോണവരുണ്ട്. ഇവരുടെ മുമ്പിലും ഇപ്പം ദൈവം അനുഭവങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ അനുഭവങ്ങളെ ഇവർ ഡയറക്റ്റായിട്ട് ഏറ്റു പറയത്തില്ല. എന്താ പ്രശ്നം വെച്ചാൽ അവർക്ക് ക്ഷീണമാണ്. പലരും എന്തിനുണ്ട് കരിസ്മാറ്റിക്കാരെ എതിർക്കാൻ കാര്യം എന്താണ്? കരിസ്മാറ്റ് മേഖലയിലെ ഒരു സൈദ്ധാന്തിക ആശയ ദൈവത്തെയൊന്നും അല്ല പറയണത്. വി ആർ സ്പീക്കിംഗ് ആൻഡ് പ്രൊക്ലൈം ദ ടാൻജിബിൾ ഗോഡ്. നമുക്ക് തൊടാവുന്ന ദൈവത്തെയാണ് പറയണത്. ഇപ്പോൾ യുവമാർക്ക് പേടിയാം. എന്താ കാര്യം? അയ്യോ, ദൈവം സത്യമായിട്ട് ഉണ്ടെന്ന് അനുഭവിച്ചാൽ പിന്നെ നമ്മൾ അഭ്യാസങ്ങൾ നടക്കത്തില്ല. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കേണ്ടി വരും. അത് പേടിയാണ്. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതിൻ്റെ അഭിഷേകം കിട്ടിയ സിമ്പിളാണിത്, ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ വിശുദ്ധന്മാരെയൊക്കെ നമ്മൾ കാണുമ്പോൾ അവർക്ക് അവർ വലിയ ഒരു ആനക്കാരും ചെയ്തിട്ടില്ല. ഇൻക്ലൂഡിങ് മദർ തെരേസയെക്കുറിച്ചും എന്താണ്, ഇപ്പോൾ മദർ തെരേസ കോടികൾ പോലും എനിക്ക് തന്നാലും അവർ ചെയ്യണ ജോലി ഞാൻ ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആത്മകഥയെ വായിക്കും. പക്ഷെ ഒരു കാര്യം സത്യമാണ്, മദറിനത് സിമ്പിളാണ്. ഒരു കുഷ്ഠരോഗിയുടെ പുഴുവെടുത്ത് അരിച്ച് കളയുന്ന സ്ഥലത്തിരുന്ന് കഞ്ഞി കുടിക്കുന്നതോ അല്ല പുഴുവരിച്ച് കളയണതോ ഒക്കെ എടുത്തു മാറ്റണമൊക്കെ സിമ്പിളാണ്. എന്താ കാര്യം? ദൈവസ്നേഹത്തിൽ അതിൻ്റെ അഭിഷേകം അവർക്ക് കിട്ടിയിട്ടുണ്ട്. എന്താണ് അഭിഷേകം എന്ന് പറയുന്നത്? എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അടുത്ത് വരാനാവില്ലെന്ന് ഈശോ പറഞ്ഞില്ലേ? അത് ചെയ്യാനുള്ളൊരു ആകർഷണമുണ്ട്. എല്ലാം ഒരു ആകർഷണമാണ്. ഇപ്പം ഞങ്ങൾ സെലിബ്രേറ്റായിട്ട് ഇപ്പം ഞാൻ 62 വർഷമായി അല്ലെങ്കിൽ 36 വർഷമായിട്ട് പൗരോഹിത്യത്തിൽ നിൽക്കുക. ഇനി ഒരു ജന്മം കിട്ടിയാലും ഇതിന് ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഓപ്ഷൻ ഇല്ലെന്ന് പറയും. കാര്യം വെച്ചാൽ ഞാൻ കുടുംബജീവിതത്തിൽ നിന്ന് എനിക്ക് കിട്ടാവുന്ന റിട്ടേൺസ് എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. കാര്യം ഞാനൊരു 21 ലക്ഷം കുടുംബങ്ങളെ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ടോപ്പ് നല്ല കുടുംബങ്ങളുണ്ട്, ദൈവാശ്ചര്യമുള്ള കുടുംബങ്ങളുണ്ട്, അല്ലാത്ത കുടുംബങ്ങളുണ്ട്, മീഡിയം ഫാമിലീസുണ്ട്. ഒരു ഫാമിലി വളർന്നാൽ എന്തുമാത്രം വളരാൻ പറ്റും എന്നെനിക്കറിയാൻ പറ്റും. പക്ഷെ ഒരു പൗരോഹിത്യം വളർന്നാൽ അതിനൊരു അറ്റവും ഉണ്ടാകത്തില്ല, അറുതിയും ഉണ്ടാകത്തില്ല. എന്താ കാര്യം? ഇവൻ ഫുൾ ടൈമർ കൃപയാണ്, ഫുൾ ടൈമർ കർത്താവിൻ്റെ ശുശ്രൂഷയിലാണ്. അതിൽ ആകർഷണം കിട്ടിയിരിക്കുക, അതിൽ അഭിഷേകം കിട്ടിയിരിക്കുകയാണ്. അതിൽ നിന്നുള്ള റിട്ടേൺസ് എന്ന് പറയുന്നത് നമ്മൾ എവിടെ തലകുത്തി പറഞ്ഞാലും എപ്പോഴും കരുണയുടെ വർഷം പ്രഖ്യാപിച്ചെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞപ്പോൾ ഞാൻ കൃപാസനത്തിൽ പ്രസംഗിച്ചത് എന്താണെന്നറിയാവോ? ഞാൻ രോഗിയായാലും നിങ്ങളെന്നെ സന്ദർശിച്ചു, അല്ലെങ്കിൽ ഭക്ഷണമില്ലാതെ ഭക്ഷണം കൊടുക്കുക, അതുപോലെ തന്നെ അങ്ങനെയുള്ള ദൈവത്തിൻ്റെ കരുണയെ ചുമ്മാ ഒരു സാമൂഹ്യ പ്രവർത്തനമായിട്ട് തരം താഴ്ത്തരുത്. ലോകത്തോട് കാണിക്കുന്ന സഭയാണെങ്കിൽ
ലോകത്തോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ കരുണ എന്താണ്? യേശുവിനെ അറിയാത്തവരെ അറിയിക്കുകയാണ്. അതിനെക്കുറിച്ചൊരു അക്ഷരം മിണ്ടാതെ മറ്റ് അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന കാര്യവും അതുപോലെ തന്നെ അഭയം നൽകുന്ന കാര്യവും അതൊക്കെ യേശുവിന് മുമ്പ് മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ്. യേശുവിന് ശേഷമൊന്നുമല്ല ആൾക്കാർ അഭയാർത്ഥികളെ സ്വീകരിക്കാൻ തുടങ്ങിയത്. യേശുവിന് മുമ്പും ആൾക്കാർ വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം കൊടുക്കുമായിരുന്നു. തോബിയാസിനൊക്കെ പുസ്തകത്തിൽ എന്താ, മരിച്ചവനെ അടക്കണം. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ നീ തെരുവീഥികൾ ചെല്ലൂ, അവിടെ ചെന്ന് നോക്കിയിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാത്തതുണ്ടെങ്കിൽ വിളിച്ചോണ്ട് വാ, അവന് വരുന്നവരെ ഞാൻ ഭക്ഷണം കഴിക്കാതിരുന്നോളാമെന്ന് തോബിയാസ് മകനോട് പറയണതേ പുതിയ നിയമത്തിൽ പോലും ഇല്ല സംഭവം. താറ്റിമിസാൻ്റെ അർത്ഥം എന്താ? അവൻ പക്ഷേ വന്നിട്ട് എന്താ പറയണത്? ഒരു ശവം കണ്ടെന്നാ പറയണത്. അപ്പോൾ തോബിയാസ് കൈ കഴുകിയിട്ട് ഭക്ഷണം കഴിക്കാതെ എഴുന്നേറ്റിട്ട് പോയി ആ ശവം മാറ്റി വെച്ചും അവിടെ ഇരുന്ന് സന്ധ്യാവോളം സാപത്ത് കഴിഞ്ഞിട്ട് അടക്കിയിട്ടാണ് തിരിച്ചു വന്ന് ഭക്ഷണം കഴിക്കണത്. അത്രയും തീഷ്ണമായിട്ട് പുതിയ നിയമത്തിലില്ല. അതിൻ്റെ അർത്ഥം എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? യേശുവിന് മുമ്പേ ഇവിടെ മനുഷ്യത്തിൻ്റെ മാനവികതയോടുകൂടി ജീവിക്കുന്ന, ശവത്തോടും ജീവിച്ചിരിക്കുന്നവരോടും ഒരേ ബഹുമാനം കാണിക്കുന്ന ഒരു സമൂഹം, യഹൂദ സമൂഹം നിലനിന്നിരുന്നു എന്നുള്ള ആ സമൂഹത്തിൻ്റെ മൂല്യത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടി പുതിയ നിയമത്തിന് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതിയ നിയമത്തിലെ ശത്രു സ്നേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്ന് വേണേൽ പറയാം. കർത്താവ് പറഞ്ഞതാണ്, നീ നിൻ്റെ ശത്രുക്കളെ സ്നേഹിക്കുക, നിൻ്റെ അയൽവാസികളെ സ്നേഹിക്കുക. അത് യഹൂദനില്ലാത്തൊരു കുറവാണ്. അതിൽ നിന്ന് ഉയർത്തിയപ്പോൾ മാനവരാശി തന്നെ ഒപ്പം ഉയർന്നു പോയി. മാനവികത, അതാണ് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്. മാനവിക ഉത്തുംഗമായ മഹത്വപൂർണമായ മാനവികതയുടെ അവസാന വാക്കാണ്. പക്ഷെ അത് അങ്ങനെ പറയുമ്പോഴും ആ മാനവികതയ്ക്ക് വേണ്ടി കരുണ കാണിക്കുമ്പോഴും ആ കരുണയ്ക്കൊരു പരിമിതിയുണ്ട്. എന്താ കാരണം? യേശുക്രിസ്തുവിനെ അറിയിക്കുകയാണ് സഭയുടെ ഒന്നാമത്തെ ഉത്തരവാദിത്വം. അത് യേശുവിൻ്റെ വചനങ്ങൾ ലഭിക്കുന്ന കുറച്ച് വചനങ്ങളെ, ഇതുപോലെയുള്ള വചനങ്ങളെ ഗുഡ് സാമരിറ്റൻ എക്സാമ്പിൾ അനുസരിച്ചെടുത്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരങ്ങളും വഴി വ്രണപ്പെട്ട് കിടക്കുന്നവർ താങ്ങിയെടുക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമല്ല, ആ ഗുഡ് സാമരിറ്റൻ്റെ വ്യക്തിക്ക് ശരീരം മാത്രമല്ല ഉള്ളത്, അവനൊരു ആത്മാവുണ്ട്. അത് ദൈവത്തിന് വേണ്ടി ദൈവം സൃഷ്ടിച്ചതാണ്. വിശുദ്ധ അഗസ്തീനോസ് പറഞ്ഞതുപോലെ, ദൈവമേ അങ്ങ് ഞങ്ങളെ നിനക്ക് വേണ്ടി സൃഷ്ടിച്ചു, നിന്നിലെത്തുന്നവരെ ഞാൻ എൻ്റെ ആത്മാവ് എന്തുമാത്രം അസ്വസ്ഥമാകുന്നു. അതാണ് പാട്രിക്സിക്സായിട്ടുള്ള സഭാപിതാക്കന്മാരുടെ ആത്മനൊമ്പരങ്ങൾ. സഭാപിതാക്കന്മാരുടെ ആത്മനൊമ്പരങ്ങൾ ശരീരത്തെക്കുറിച്ചുള്ള വ്യാപരാതി അല്ലായിരുന്നു. സഭാപിതാക്കന്മാരുടെ ആത്മനൊമ്പരങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മനുഷ്യൻ്റെ ആത്മാവിനെക്കുറിച്ചായിരുന്നു. ഗുഡ് സമരിറ്റനെക്കുറിച്ച് പ്രഖ്യാപിക്കുമ്പോൾ ഗുഡ് സമരിറ്റൻ്റെ ആത്മാവിനെക്കുറിച്ച് വ്യാപരാതി കൊള്ളുന്ന ഒരു സഭയുടെ കാലികമായ ബാധ്യതയെക്കുറിച്ച് കരുണയുടെ വർഷത്തിൽ പോലും സഭ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ സംതിങ് റോങ് സംവെയർ എൽസ്. അതന്നും ഞാൻ പറയും, ഇന്നും ഞാൻ പറയും. സഭയുടെ ആദ്യത്തെ പ്രവർത്തനങ്ങൾ എന്താണ്? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക. പിന്നെ എന്താണ്? അറിഞ്ഞവനെ ആ അറിവിൽ ആഴപ്പെടുത്തുക. അതൊരു കാരുണ്യപ്രവൃത്തിയാണ്. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഉയർത്തിക്കൊണ്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന. അറിയിക്കാൻ ലോകമൊക്കെ പോയി അങ്ങ് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആശ്വാസമേ താതനും പുത്രനും
ദൈവസ്നേഹത്തോടെ ആത്മാവിന്റെ അഭിഷേകത്തോടെ യേശുവേ ആരാധിക്കുക. തീരാവ്യാധിയിൽ മാരകരോഗികളായിട്ടുള്ളവരെ ഉടമ്പടിയിലെ 6 നിയോഗങ്ങളെ ഇപ്പോഴെന്താണ് ഈ നിഷ വിൻസന് സംഭവിച്ചിരിക്കുന്നത്? അവർ യൂട്യൂബിൽ കാണിച്ച് കൈ അലർജി വന്ന കൈ കാണിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പിറ്റേ ദിവസം സംഭവിച്ചു, കൈ ചൊള്ളച്ച് പൊട്ടി, മുമ്പത്തേക്കാൾ വികൃതവും വേദനയുമായി. പേടിച്ചു പോയി അവർ. വിശ്വാസത്തിൻ്റെ വഴികളിൽ ഇതുപോലുള്ള ചില അനുഭവങ്ങൾ വരും. അപ്പോൾ അവർ തന്നെത്താൻ ആത്മകഥം പോലെ പറയണം, ദൈവമേ കർത്താവിനെ പരീക്ഷിക്കേണ്ടായിരുന്ന, വെറുതെ അലർജി ആ വല്ലോടത്ത് ഇരുന്നാൽ മതി, പണ്ടത്തെ പോലെ ഞാൻ കണ്ടു വന്നാൽ മതിയായിരുന്നു. എന്താ ദൈവം പോലെ ഇത് ആറാമത്തെ വയസ്സ് വന്ന അലർജിയാണ്, ഇനിയിപ്പോൾ ഇത് ദൈവം പോലും ഇത് ഔട്ട് ഓഫ് ഡേറ്റ് ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ നമ്മൾ തന്നെ വിഷയത്തെ ഔട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് ദൈവ തിരുസേനയിൽ വെക്കാത്തതിൻ്റെ കാരണം നമുക്ക് അത് വെക്കാനുള്ള വിശ്വാസമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇവളൊരു പരീക്ഷത്തിന് ഒരുങ്ങുകയാണ്. ചുമ്മാ ഒക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കൈ കാണിച്ചപ്പോൾ എന്നാ പറ്റി, വെളുക്കാൻ തേക്കണ പാണ്ടായി. ഇത് പറ്റി കൈ ചീർത്തോടുകൂടി കർത്താവിനോട് ഇവൾ സോറി പറഞ്ഞു. കർത്താവെ, എൻ്റെ വിശ്വാസത്തെ ഞാൻ അങ്ങയുടെ തിരുസന്നിധിയിൽ പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് മാപ്പ് തരണം, എനിക്ക് പഴയതുപോലെ ആയാൽ മതി. എന്താ അലർജിയെങ്കിൽ അലർജി, 6 വയസ്സുള്ള അലർജിയെങ്കിൽ അലർജി, അതുപോലെ ആയാൽ മതി. ഇതെന്ന് പറഞ്ഞപ്പോൾ ചീർത്ത് കൈ മറ്റു നാട്ടുകാരെ കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ എനിക്ക് പഴയ അവസ്ഥയെ വന്നാൽ മതിയെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 വയസ്സ് പോലെ അലർജി ഉണ്ടല്ല, ആ കുരുവൊക്കെ കൊമ്പി നിൽക്കുന്ന അവസ്ഥ, അതിലേക്ക് വന്നാൽ മതി എന്നാണ് മനസ്സുകൊണ്ട് അവർ ഓർക്കുന്നത്. ദാറ്റ് മീൻസ് എന്താണ്? ഷീ ഈസ് റെഡി ടു അക്സെപ്റ്റ് ദ ഓൾഡ് ക്രോസ്. പഴയ കുരിശ് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. എന്തിനാണ്? ആർക്ക് വേണ്ടിയാണ്? ഒന്നിനും വേണ്ടിയല്ല. ഇങ്ങനെ ഒന്നിനും വേണ്ടിയല്ലാതെ, ആർക്കും വേണ്ടിയല്ലാതെ, ഉടമസ്ഥനില്ലാത്ത എന്തുമാത്രം സഫറിങ്സാണ് മനുഷ്യൻ അനുഭവിക്കുന്നത്. ഇതെങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് ചിന്തിക്കണം. കാര്യം ആ വിഷയം ഞാൻ ഉടമ്പടി വെച്ചില്ല എന്നൊക്കെ ചില ആൾക്കാർ പറയണില്ലേ. അതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ ശിശുര നമ്മളെ ത്രശ്യാമക്കുര്യൻ കടത്തുരുത്തില്ലേ, എന്താ സംഭവിച്ചിരിക്കണത്? അവർ ഇവിടെ ഉടമ്പടി ചെയ്തപ്പോൾ പുതുക്കിയപ്പോൾ അവരോട് ആരോ പറഞ്ഞ് പുതുക്കിയ ആൾക്കാർ അച്ഛൻ കാണുന്നുണ്ടെന്ന് പറഞ്ഞ് ഇവരുടെ മനസ്സിൽ ഇതൊക്കെ പോകുന്ന കാര്യം, ചിന്തിക്കുന്ന കാര്യം അറിയത്തില്ല. അവരെല്ലാവരും കൂടി വന്ന് കണ്ട് എല്ലാവരെയും പ്രാർത്ഥിക്കണ പോലെ അവിടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അവരെ പ്രാർത്ഥിച്ചു. പക്ഷെ അവർ സാക്ഷ്യം എന്താ പറഞ്ഞിരിക്കണമെന്ന് അറിയാവോ? ഈ ആമവാദം ഇങ്ങനെ വീർത്തിരിക്കണ, ശരീരം മുഴുവൻ വീർത്തിക്കെട്ടിരിക്കുന്ന ബോഡിയില്ലേ, ഉപ്പ് മാങ്ങാ പോലെ ഒട്ടിപ്പോയെന്നാ. അതാ അവരുടെ വൈന്ന് വന്നിരിക്കുന്നത്, ഉപ്പ് മാങ്ങാ പോലെ ഒട്ടിപ്പോയെന്നാ. അപ്പം അതിൻ്റെ താഴെ സാക്ഷ്യം ഇട്ടിരിക്കുന്നത് യേശു ക്രിസ്തു ഇന്നും ജീവിക്കണമെന്നാണ്. നിൻ്റെ ഏത് രോഗങ്ങളും ഏത് വിഷയങ്ങളും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഞാൻ സാക്ഷ്യം എന്താണ്? 13 വർഷമായിട്ട് കേരളത്തിലെ മുഴുവൻ ആശുപത്രിയിലും പോയിട്ടും കുട്ടികളില്ലാത്ത വ്യക്തി, നീ പോ, കർത്താവ് നിന്നെ കുഞ്ഞിനെ തരും എന്നീ അടുത്തായെന്ന് പറയുമ്പോൾ ഈ വിശ്വാസത്തിലേക്ക് വന്നൊരു വഴികളുണ്ട്. ശരിക്കും നല്ല സങ്കടകരമായ വഴികളാണ്, ചെറിയ വഴികളൊന്നുമല്ല, സങ്കടകരമായ വഴികളിലൂടെയാണ്. അപ്പോഴെല്ലാം നമ്മുടെ ജീവിതത്തിൽ സങ്കടകരമായ വഴികളിലൂടെ ദൈവം കൊണ്ടുപോകണേ എന്തിനാണ്? വിശ്വാസം ഉറപ്പിക്കാനാണ്. അവൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. ഞാൻ ഈശോയോട് പലപ്രസാദം ചോദിച്ചിട്ടേ, ഈശോ വചനം വായിക്കുമ്പോഴൊക്കെ ഈശോയുമായിട്ട് പലപ്പോഴും ഞാൻ തർക്കിക്കാൻ തുടങ്ങും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഉദാഹരണത്തിന് ഈശോയ്ക്ക് സ്വഭാവത്തിലുള്ളത്, നമുക്ക് ഈശോയുമായിട്ട് സഞ്ചരിക്കണമെങ്കിൽ ഈശോയുടെ സ്വഭാവം പഠിക്കണം. ഈശോയുടെ സ്വഭാവം പഠിക്കാത്ത കൊണ്ടാണ് ഈ ആൾക്കാർക്ക്, അമ്മയ്ക്കാണെങ്കിലുള്ള ഗുണമെന്ന് പറയുന്നത് പച്ചവെള്ളം പോലെ ഈശോൻ്റെ സ്വഭാവം അറിയാം. അത് കാരണം ഈ അമ്മ ക്ഷോഭിക്കത്തില്ല. എന്താ കാര്യത്തിൽ എന്തെല്ലാം വിഷയം ഇപ്പം ഈശോയുടെ ഭാഗത്തുനിന്ന് ക്ഷോഭകരമായ അനുഭവങ്ങളുണ്ടാവും ഈശോയുടെ ഭാഗത്തുനിന്ന്. എന്താ കാര്യം ക്ഷോഭകരമായ അനുഭവം എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പം നസ്രത്തിൽ നിന്ന് ഇവർ ജെറുസലേമിലേക്ക് പോകുന്നു. അവിടെ നിന്ന്
വീണ്ടും 3 ദിവസത്തെ വഴി അവർ തിരിച്ച് നടക്കുമ്പോഴാണ് ഔസേപ്പിതാവും മാതാവും തമ്മിൽ കണ്ടെത്തിയിട്ട് കൊച്ചു കയ്യിലില്ല, ഈശോനെ കാണാനില്ലെന്ന് പറയണത്. അപ്പോൾ അവർക്ക് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ പോലെ ഭയങ്കര സംഭ്രമം എന്ന് വെച്ചാൽ പേടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടേ ഔസേപ്പിതാവിന് പേടിയുണ്ട്. മത്തായി ശ്രീകാരുടെ സുവിശേഷം 2:22 ആ പേടി. അർക്കലാവോസാണ് ഭരിക്കണമെന്ന് കേട്ടപ്പോൾ അങ്ങോട്ട് പോകാൻ അദ്ദേഹത്തിന് പേടിയായിരുന്നെന്ന്. അർക്കലാവോസ് ആരാണ്? ഹെരോദിൻ്റെ മകൻ. ഈ അർക്കലാവോസ് തന്നെയാണ് കൊല്ലണ ആൾ തന്നെ, അപ്പൻ്റെ അതേ സ്വഭാവക്കാരനാണ്. യോഹന്നാൻ മാന്താനെ കൊന്നത് അർക്കലാവോസാണ്. നമ്മുടെ സ്നാപ യോഹന്നാൻ്റെ തല വെട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞത് ആരാണ്? ഈ അർക്കലാവോസാണ്. അർക്കലാവോസിൻ്റെ കാലത്താണ് കർത്താവ് ജൂദയായാലും ഗലീലിലും ജോലി ചെയ്യണത്. അങ്ങനെയുള്ള അപകടകരമായ ത്രട്ടണിങ്ങുള്ള ഒരു ടൈം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഔസേപ്പിതാവ് എൻ്റെ മകന് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ പറയത്തില്ലേ 2:48 ഞാനും നിൻ്റെ പിതാവും കൂടി ഉത്കണ്ഠയോടുകൂടി നിന്നെ അന്വേഷിക്കുകയായിരുന്നു എന്ന് പറയുമ്പോഴേ എത്ര ദിവസത്തെ വഴി കഴിഞ്ഞിട്ടാണ്. ഞാനത് കണക്കൂട്ടി നോക്കി. വാക്കബിൾ ഡിസ്റ്റൻസ് ജെറുസലേമിൽ നിന്ന് നസ്രത്ത് വരെ അന്നത്തെ കാലത്തെ വാക്കബിൾ ഡിസ്റ്റൻസ്, ഒരു ദിവസം ഒരു വ്യക്തിക്ക് നടക്കാവുന്ന ദൂരം 19 കിലോമീറ്റർ. 3 ദിവസം എന്ന് പറയുമ്പോൾ 57 കിലോമീറ്റർ. ദാറ്റ് മീൻസ് ഒന്ന് ചിന്തിച്ച് നോക്കി, ഈ മരപ്പണിക്കാരനും ഹൗസ് വൈഫും കൂടി നടക്കുകയാണ് 57 കിലോമീറ്റർ. എവിടെ നിന്നാണ്? ജെറുസലേമിൽ പോയിട്ട് നേരെ തിരിച്ച് 3 ദിവസത്തെ വഴി നടന്നപ്പോൾ 57 കിലോമീറ്ററായി. ഇപ്പോൾ ഞാൻ കണക്കൂട്ടി നോക്കിയപ്പോൾ എടപ്പള്ളി വരെ ഉണ്ട്, കൃപാസനത്തിൽ നിന്ന് എടപ്പള്ളി വരെ. അപ്പോൾ ഈ കൃപാസനത്തിൽ നിന്ന് എടപ്പള്ളി വരെയുള്ള സംഭവം ഈ ഭാര്യയും ഭർത്താവും കൂടി പല കൂട്ടുകാരുടെ കൂടെ നടന്ന് ഇവിടെ തിരിച്ചെത്തിയപ്പോഴാണ് ആൾ കൂടെ ഇല്ല. പിന്നെ എന്ത് ചെയ്യണം? ഈ 57 കിലോമീറ്റർ 114 കിലോമീറ്റർ തിരിച്ച് നടക്കണം. 57 കിലോമീറ്റർ ഇങ്ങോട്ടാണേ. നടന്നതിന് ശേഷം പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ 114 ആയില്ലേ. അപ്പോൾ 114 കിലോമീറ്റർ ഈശോ ഒരു വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ അമ്മയ്ക്ക് സഹിക്കേണ്ടി വന്ന സഹനമാണ് ഇത്. അതായത് ഈശോ ഉണ്ടാക്കി കൊടുത്ത ട്രബിളുകൾ, നമ്മുടെ ജീവിതത്തിൽ ഈശോ ഉണ്ടാക്കി തരുന്ന ട്രബിളുകൾ കുറേ ഉണ്ട്. നീ വിശ്വാസിയാണെങ്കിൽ ഇതിലൂടെ നിനക്ക് വളരാൻ പറ്റത്തുള്ളൂ. ഇന്ന് ഞാൻ എന്തുകൊണ്ടാണ് ഓരോ വ്യക്തിയോട് മകൾ നിനക്ക് കുഞ്ഞിനെ കിട്ടുമെന്ന് പറയണത് യേശുവിൻ്റെ നാമത്തിലാണ്. കാര്യം യേശു എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കി തന്ന കുറേ ട്രബിളുണ്ട്. ആ ട്രബിളിനോടെല്ലാം ഒരു ആരോടും പരാതിയില്ലാതെ ഈശോയും ഞാനും മാത്രമായിട്ട് അത് കൈകാര്യം ചെയ്തിട്ടുള്ള കാലങ്ങളുണ്ടാകും. നാളെ എങ്ങനെയാണ് നമുക്കറിയത്തില്ല. ഇന്ന് വരെ ഉള്ള കാര്യമാണ് ഞാൻ പറയണത്. ഞാനിത് പറയാൻ കാര്യം നിങ്ങൾക്കോ ഇത് സാധിക്കുമെന്ന് പറയാൻ വേണ്ടിയാണ്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അമ്മ എന്താ ചെയ്തിരിക്കണത്? ഈ 114 കിലോമീറ്റർ നടന്ന് തിരിച്ച് അണ്ണാക്കം തള്ളി ഒരു നാരങ്ങ വെള്ളം കുടിക്കാനുള്ള കാശ് പോലും ഇല്ലാതെ തിരിച്ച് ചെല്ലുമ്പോൾ ചോദിക്കണ ചോദ്യം എന്താണ്? എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എൻ്റെ പിതാവിൻ. ദാറ്റ്സ് ഓക്കെ. അത് അല്ലല്ലോ ആദ്യം പറയേണ്ടത്. അപ്പം ക്ഷോഭിക്കാൻ പറ്റും തീർച്ചയായിട്ടും. നീ എന്ത് മാങ്ങാത്തിലായി പറയണത്? ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത്. ഞങ്ങൾ അണ്ണാക്കം തള്ളി ഇവിടെ ഒന്നാമത്തിൽ ഒരു ഉളിയും കൊട്ടുപടിയും എടുത്തിട്ട് കാണിക്കൽ കാണിച്ചിട്ടാണ് ബാക്കി ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി ഉണ്ടാകുന്ന കാശ് കൂസി കൂട്ടിയാണ് പെരുന്നാളിന് പോണത്. ആ ആളിനെ കൊണ്ട് ഇരട്ടി നടപ്പ് നടത്തിച്ചിരിക്കണത്. ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിവിടെ തങ്ങുകയാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ അവിടെ നിന്നേനെ. അങ്ങനെ ഒരു വാക്ക് പറയാഞ്ഞതിൻ്റെ പേരിൽ ജീസസ് ഉണ്ടാക്കി കൊടുത്ത ട്രബിൾ ഭയങ്കരമാണ്. പക്ഷെ ആ ട്രബിളിനോടെ ഇവർ കൈവരിച്ചിട്ടുള്ള ഒരു സംഭവമുണ്ട്. എന്താണ്? ക്ഷോഭിക്കാത്ത സുവിശേഷം. ഹു ഇസ് മേരി? ആരാണ് അമ്മയെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അമ്മ ഒരു ക്ഷോഭിക്കാത്ത സുവിശേഷമാണെന്ന്. ക്ഷോഭിച്ചില്ലല്ലോ. ഇത്രയും വലിയ കാര്യങ്ങൾ പറഞ്ഞ് ഇത്രയും കഷ്ടപ്പാടുണ്ടായിട്ടും അമ്മ ക്ഷോഭിച്ചില്ലല്ലോ. നിങ്ങൾ പറയാം അമ്മ കുരിശെ കയറിയില്ലെന്ന്. കാണാത്തത്തിന് കുരിശെ കയറിയിട്ടാണ് അമ്മ അമ്മയായത്. ശ്രുതികട്ടെ. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെ, ഈ ശുശ്രൂഷ കണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളെ കർത്താവേ ആശീർവദിക്കണം. കരങ്ങൾ വീശി ആരാധിക്കുക.
ദൈവത്തിന്റെ സാന്നിധ്യം നിറയട്ടെ. യേശുവേ ആരാധന ആരാധന കരങ്ങൾ തുറന്ന് ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഭവനരഹിതരെ കർത്താവേ ഉടമ്പടിയിൽ നിന്ന് 6 നിയോഗങ്ങളായി കൊടുക്കണമേ. ഓൺലൈൻ ഉടമ്പെടുത്ത് പ്രാർത്ഥിക്കുന്നവരെ സ്പർശിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന. യേശുവേ ആരാധന. ഹല്ലേലൂയ യേശുവേ സ്പർശിക്കണമേ. ആരാധന